ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ മാക്ക് ബോക്സ് അൺബോക്സിങ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഗൈസ്. എല്ലാം സ്റ്റോന്ന് പോകുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എനിക്ക് എവിടെയാണ് നോക്കേണ്ടതെന്ന് എനിക്കറിയണം. എന്റെ ഫേസിൽ തന്നെ നോക്കണോ അതോ ക്യാമറയിൽ തന്നെ നോക്കണോ എനിക്ക് സംശയമുണ്ട്. ഇത് ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഇത്രയും ചേച്ചി യൂസ് ചെയ്യാനില്ല, ഞാൻ ഇത് ഇത്രയും ഒന്നും യൂസ് ചെയ്യത്തില്ല. ഇതിൽ എന്റെ ആവശ്യം ഞാൻ മിക്ക ദിവസം യൂസ് ചെയ്യുന്ന 2 സാധനം മാത്രം. ഒന്നെങ്കിൽ പൊട്ട്, ഒന്നെങ്കിൽ ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ ഒന്ന് ഐലൈനർ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്. വല്ലപ്പോഴും ഒരിക്കലാണ് ഞാൻ ഇതില് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ചവറാണ്. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഫുൾ വീഡിയോ ആണിത്, വ്ളോഗാണിത്. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഗാർണിയറിന്റെ ഒരു ഫേസ് സെറം ക്രീമാണ്. ഇത് ഞാൻ കുറെ യൂസ് ചെയ്തിട്ട് കാലിപ്പെട്ടിയായി. ഒരു ഫോക്സ്റ്റെയിലിന്റെ ഒരു സൺസ്ക്രീൻ ആണ്, ഇതാണ് സംഭവം. പിന്നെ ഒരു ലിപ്സ്റ്റിക് പാലറ്റ് ആണ്, ഒരു മാർസിന്റെ ഒരു പാലറ്റ്. ഞാൻ നേരത്തെ എന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്നത് ക്ലൈൻസ്റ്റയുടെ ഒരു ഫേസ് മോയ്സ്ചറൈസർ. പക്ഷെ ഇത് നല്ല നല്ല മണമാണ്, നല്ലൊരു സ്മെല്ലാണ് വൈസ് ഇതിന്. ഇതാണ് സംഭവം. പിന്നെ ഇത് എല്ലാവരും യൂസ് ചെയ്യണ ഒരു സ്ട്രെക്സിന്റെ ഒരു ഫേസർ. ഇത് ചവറിന്റെ കൂടിൽ എങ്ങനെയോ പെട്ടതാണ് വൈസ്, ഈ ഒരു പാരച്യൂട്ടിന്റെ എണ്ണ. ഓക്കെ, ഇതൊരു ഫോക്സ്റ്റെയിലിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതാ. പിന്നെ വീണ്ടും ഒരു നിവ്യയുടെ ഒരു ഫേസ് ലിപ് ബാം. ഇത് ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ ഇത് ഞാൻ കുറെ വട്ടം എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ടോണറാണ്, ഞാൻ കുറെ വട്ടം വീഡിയോ. ചീപ്പ്. ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാല് ഇത് നമ്മൾ ജടയൊക്കെ കളയാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ചീപ്പ്. ഇതിന്റെ വലിയ പല്ലാണ്ട് നല്ല യൂസാണ് വൈസ്. ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. നെയിൽ പോളിഷ്. ഇത് പണ്ട് എന്റെ ഉണ്ടായിരുന്നാണ് ഗൈസ്, പണ്ട് തൊട്ടേ ഉണ്ട്. ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്ത് തീർത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഡാസ്ലറിന്റെ സുഡിയെന്ന് വാങ്ങിയ ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് കാണിക്കാനെന്നാണുള്ള ഫസ്റ്റ് വീഡിയോ ആണെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെട്ട് പോണായിരുന്നു. പിന്നെ ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്, ഈ ബ്ലൂ ഹെവനിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യണത്. ഞാൻ വേറെ ബ്രാൻഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വരെ വാങ്ങിച്ചിട്ടില്ല. അല്ലേ, ഇതാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ആകെ ഒറ്റ വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ, ഇനി വേണം എനിക്ക് ഇത് യൂസ് ചെയ്യാൻ. പിന്നെ ഓക്കെ, പിന്നെ ഈ ഒരു പ്രൈമർ, ഇത് ഞാൻ വാങ്ങിച്ചപ്പം ഇതിന്റെ കളർ ഇതായിപ്പോയി. ഇത് എന്റെ ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത് ഞാൻ അന്നത്തോടെ മാറ്റി വെച്ചു. സെറ്റായിട്ട് വാങ്ങിച്ച കുറേ ഉണ്ട്. ഇത് ഞാൻ മീഷോന്ന് 16-18 ഓഫ് എന്തോ വാങ്ങിയതാണ്. പക്ഷെ ഇത് ഇപ്പൊ എന്റെ അമ്മ ഇതിനകത്ത് ഈ റെഡൊക്കെ സിന്ദൂരായിട്ടാണ് യൂസ് ചെയ്യണം. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യും, ഇതിന്റെ കളർ നല്ല രസമുണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്യും. പിന്നെ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല ഗൈസ്, എല്ലാം എന്റെ കയ്യിൽ വെറുതെ ഇരിക്കുവാണ്. ഇത് ഇത്രയും. ഇത് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസറാണിത്, ഗാർണിയറിന്റെ ഒരു ഫേസറാണ്. കണ്ടോ, ഇത് ഷംസുമാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇത് പക്ഷെ നല്ല ഇതുണ്ടായിരുന്നു, ഒരു നെയിൽ പോളിഷ്. ഇത് പണ്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ സമയത്തുണ്ടായിരുന്നു. ഇതൊക്കെ നാറ്റം വെച്ചേട്ടോ, ഇതൊക്കെ കളയാൻ സമയമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോൺസിന്റെ ഈ ഒരു BB ക്രീം, ഇത് ഞാൻ ഇട്ടുടങ്ങിയെന്ന് വെച്ചാൽ ഫൗണ്ടേഷന് പകരം ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫൗണ്ടേഷന് പകരം യൂസ് ചെയ്യാൻ കൊള്ളാം. ആ സമയത്താണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങി. ഇതും കൊള്ളാം. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, നൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് നമ്മുടെ ഒരു ചേച്ചി തന്നെയാണ് കേട്ടോ ഗൈസ്. പക്ഷെ ഇതിന്റെ ഷെയ്ഡ് അത്ര പോലെ, മിക്സ് ചെയ്തിടാൻ കൊള്ളാം. ഇത് മാമ എർത്തിന്റെ ഒരു മോയ്സ്ചറൈസർ. ഇത് വന്നിട്ട് എനിക്ക് നമ്മുടെ
സ്മിറ്റൻ എന്ന് ഞാൻ ചെയ്തപ്പോ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സൂപ്പറാണ് കേട്ടോ. ഇത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ഇത് കുറെ വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി, നമ്മുടെ ഫേസിനൊരു പ്ലംബി ഫീൽ, നല്ല രസമാണ് ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഇത് കുറെ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുറെ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല ഗൈസ്. പിന്നെ ഞാൻ അതിന്റെ കേസ് അങ്ങ് വിട്ട് വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് ഡാസ്ലറിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് DL-C025. ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. കാണാൻ പറ്റണം നിങ്ങൾക്ക്? ഇത് കൊള്ളാം കേട്ടോ. ഇത് നല്ല ഇതാണ്. ഞാൻ കുറെ വട്ടം യൂസ് ചെയ്ത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. കാണാൻ പറ്റണില്ലേ ഗൈസ് നിങ്ങൾക്ക്? ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. പിന്നെ ഇത് ഞാൻ രാമചന്ദ്രൻ വാങ്ങിയ ഒരു ഐലൈനർ. ഇതും ഒരു ലിപ് ബാം, നിഗ്നിയുടെ ഒരു ലിപ് ബാം. ഇത് ആമിനേജ് തന്ന ഒരു നല്ല ഒരു മണമാണ് കേട്ടോ. വയസ്സിന് ഒരു ഫ്രൂട്ട്സിന്റെ എന്തൊക്കെ ഒരു മണമാണ്, സെന്റ് പോലത്തെ സംഭവം. ഇത് പിന്നെ അറിയാലോ, നമ്മുടെ സ്പോഞ്ച് ആണിത്. ഇങ്ങനെ നമുക്ക് ഫൗണ്ടേഷൻ ഒക്കെ ഇടാം. ഇത് ഒരു ലിപ് ലൈനർ, മാർസിന്റെ ഒരു ലിപ് ലൈനർ ആണ് ഗൈസ്. ഇത് നല്ല രസമാണ് യൂസ് ചെയ്യാൻ. നല്ല സൂപ്പർ ആയിട്ട് കിട്ടും നമുക്ക്. ഇത് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക്. 80 സംതിങ്ങേ ഉള്ളൂ ഇതിന്റെ റേറ്റ്. പിന്നെ ഒരു ക്ലിപ്പ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ചവറാണ് ഗൈസ്. ഇനി വന്നിട്ട് കുറച്ച് ചവർ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഐബ്രോ പെൻസിലാണ്. ഇത് ഒരു പെണ്ണുണ്ട്. പിന്നെ ഡാസ്ലറിന്റെ ഒരു ഐലൈനർ ഉണ്ട്. നമുക്ക് എപ്പോഴും ഡാസ്ലർ ആണല്ലോ സൂപ്പർ. പിന്നെ ഡീകോൺസ്ട്രക്റ്റിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് സൂപ്പർ ആണ് ഗൈസ്. ഇത് ഞാൻ കുറെ യൂസ് ചെയ്തു. ഇതും സ്വിറ്റനിൽ നിന്ന് എനിക്ക് ട്രയൽ കിട്ടിയ എല്ലാം കൊള്ളായിരുന്നേ. അതിന്റെ ഒന്നായിരുന്നു. പിന്നെ 2 ഷാമ്പൂ ഉണ്ട്. 2 ഡവിന്റെ 2 ഷാമ്പൂ ഉണ്ട്. പിന്നെ ഒരു ഹെയർ ബാൻഡ് ഉണ്ട്. രാമചന്ദ്രൻ വാങ്ങിച്ചാണ്. ഇതെങ്ങനെയായിട്ട് ഒരു സിന്ദൂരം ഒരു സൈഡ് ഉണ്ട് അമ്മയുടെ. ഇത് ഒരു സെന്റ് പോലത്തെ ഒരു സെന്റ് ഉണ്ട്. മസ്കാരയാണ് ഗൈസ്. ഇത് എന്റെ ബ്രദർ കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്ക് മേക്കപ്പ് സെറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് സൂപ്പറാണ്, നന്നായിട്ട് വരും ഇത് അതുകൊണ്ട് ഞാൻ കളയാതെ വെച്ചേക്കാണ്. ഒരു മസ്കാര എനിക്ക് ഉണ്ടായിരുന്നു എന്റെ എൻഗേജ്മെന്റിന് വന്നപ്പോ ആരും മോഷ്ടിച്ചോണ്ട് പോയി. ഇത് ഒരു കുഞ്ഞ ഐബ്രോ പെൻസിലാണ്. ഇതും മസ്കാര തന്നെയാണ്. ഇത് അറിയാലോ, നമ്മുടെ കാജല്. പിന്നെ വീണ്ടും ഒരു ക്ലിപ്പ്, സുഡിയെന്ന് പണ്ടെങ്ങാണ്ട് വാങ്ങിച്ചൊരു ക്ലിപ്പ്. ഈ സാധനം എന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യ് ഗൈസ്. ഓക്കെ, ഗസ് ചെയ്യട്ടെ. നിങ്ങൾ കറക്റ്റ് ആൻസർ ഇടൂ, കമന്റ് ഇടുക. ഓക്കെ, ഇതാണ് സംഭവം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്റെ ബോക്സില്. അതൊരു സ്ലൈഡാണ് കേട്ടോ ഗൈസ്. ഇത്രയൊക്കെ ഉള്ളു എന്റെ ബോക്സില്. അപ്പോ ഇനി എന്തെങ്കിലും വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. പിന്നെ വേറെ അല്ലറ ചില്ലറ സാധനങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്, അത് എനിക്ക് എടുത്തിട്ട് വരാൻ വയ്യ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോ ബൈ ബൈ.